Hello everyone, welcome again to another session of Fundamentals of Investment. Today's topic, multiplier approach of equity valuation. Many analysts use multiplier approach for stock valuation. As per this approach, the intrinsic value of stock can be expressed as product of expected earnings per share or EPS and appropriate price earnings multiplier. That means intrinsic value is equal to expected earnings per share multiplied by appropriate price earnings multiplier. The most popular multiplier for stock valuation is price to earnings ratio or PE ratio. ഇക്വിറ്റി വാല്യൂഷനാണ് കഴിഞ്ഞ കുറേ സെഷൻസിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇക്വിറ്റി വാല്യൂഷൻ്റെ മറ്റൊരു മെത്തേഡാണ്. ദാറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്ലയർ അപ്രോച്ച്. മൾട്ടിപ്ലയർ അപ്രോച്ച് ഇക്വിറ്റി അനലിസ്റ്റുകൾ പലപ്പോഴും ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ, ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഏണിങ്സ് പെർ ഷെയർ അല്ലെങ്കിൽ കമ്പനിയുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന EPSനെ ഒരു പ്രൈസ് ഏണിംഗ് മൾട്ടിപ്ലയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു EPS ഇൻറ്റു പ്രൈസ് ഏണിംഗ് മൾട്ടിപ്ലയർ. യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന പ്രൈസ് ഏണിംഗ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് PE റേഷ്യോ ആണ്. The most popular multiplier for stock valuation is price to earning ratio or PE ratio. PE ratio is equal to market price of share divided by earnings per share. So PE ratio കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എടുക്കുക, അതിനെ ഏണിങ്സ് പെർ ഷെയർ കൊണ്ട്, ആ കമ്പനിയുടെ ഏണിങ്സ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഈ ഇൻഫർമേഷൻസ് ഓരോ ഷെയറിൻ്റെ അല്ലെങ്കിൽ ആ ഓരോ കമ്പനിയുടെയും ആനുവൽ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. ഏണിങ്സ് പെർ ഷെയർ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ PE റേഷ്യോ എന്താണെന്നുള്ളത് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ EPS കൊണ്ട് ഡിവൈഡ് ചെയ്താൽ PE റേഷ്യോ ലഭിക്കുന്നതാണ്. So PE ratio അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ it is easy to calculate the intrinsic value. So the formula is intrinsic value is equal to EPS, that is expected EPS into PE, price earning ratio. Let us discuss with the help of an example. If current earnings is rupees 8 and if the investor feels that the appropriate PE ratio for the share is 10, then what is the intrinsic value of the share? So in this case, EPS is equal to 8, PE is equal to 10. Therefore, intrinsic value is equal to EPS into PE. That is 8 into 10 is equal to 80. The decision to buy or sell will be made after comparing this intrinsic value with the current market price of the share. So equity analyst മൾട്ടിപ്ലയർ അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് നമ്മൾ മുൻപ് പഠിച്ച മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബൈ ഓർ സെൽ ഡിസിഷൻ റെക്കമെൻഡേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ റെക്കമെൻഡേഷൻ കൊടുക്കാനായിട്ട് ബൈ സെൽ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് they will calculate the intrinsic value using any one of these methods. ആ intrinsic value കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ they will compare the current price with the intrinsic value. So current market price intrinsic വാല്യൂവിനേക്കാൾ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഷെയർ ആണെന്ന്. അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബൈ റെക്കമെൻഡേഷനാണ് നൽകുക. എപ്പോഴാണ് ബൈ റെക്കമെൻഡേഷൻ നൽകുക? when the current market price is less than the
intrinsic value. മറ്റൊരു സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ വരുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടുന്ന് അത് സെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഡിസിഷനാണ് കൊടുക്കുക. സോ ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് intrinsic value. So we have studied many methods for finding the intrinsic value, and the process of finding the intrinsic value of share is called equity valuation. Next topic is valuation of preference shares. Preference shares provide fixed income to the investors. The following equation is used to find out the value of preference share. P0 is equal to D divided by R, where D is equal to the dividend paid, R is equal to required rate of return. So ഡിബഞ്ചറിൻ്റെ വാല്യുവേഷൻ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യുവേഷനും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയറും ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ആ റിട്ടേണിൻ്റെ പേര് ഡിവിഡൻ്റ് ആണെങ്കിലും ഡിവിഡൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഇനിഷ്യലി തന്നെ ഫിക്സ്ഡ് ആയിരിക്കും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരിക്കലും മാറ്റം വരുന്നതല്ല. So let us see an example. The annual dividend of preference share is ₹5 and the required rate of return is 10%. What is the value of this share? സോ ഇവിടെ പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻഡ് എമൗണ്ട് തന്നിട്ടുണ്ട്. സോ ഡി ഈസ് ഇക്വൽ ടു 5 ആൻഡ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ 10% എന്ന് തന്നിട്ടുണ്ട്. സോ ആർ ഈസ് 10% or 0.1. The equation is P0 is equal to D by R. Substituting the values we get ₹50. So the intrinsic value of this preference share is ₹50. So valuation of preference share is comparatively easy. Let us conclude. Thank you.